everyone, welcome back to Success Academy's YouTube channel. നമ്മളിപ്പോൾ 2022 GD കോൺസ്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഡേയിൽ 4 ഷിഫ്റ്റ് മാത്സ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് മനസ്സിലായത്? ക്വസ്റ്റ്യൻസൊക്കെ ഏറെക്കുറെ സിമിലർ ആയിരുന്നു. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസൊക്കെ കാൽക്കുലേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഡേയിൽ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the marked price on an item was ₹2,000, but the shopkeeper offered a discount of 20%. How much did he finally sell the item for? 2000 രൂപയുള്ളൊരു സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 20% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 20%നെ നമുക്ക് എങ്ങനെ എഴുതാം? 20% is equal to 1/5 അല്ലേ? അപ്പോൾ മാർക്ക്ഡ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. 5 - 1 4 ആയിരിക്കും. അപ്പോൾ 5ൻ്റെ വാല്യൂ ആണ് എത്രയെന്ന് പറഞ്ഞ് തന്നേക്കുന്നത്? 2000 രൂപ. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 400. നമുക്ക് കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 4 × 400 എന്ന് പറയുന്നത് 1200 രൂപ. ഓപ്ഷൻ 4 ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. In a proportion, the product of the first and fourth term is 70 and that of second and third term is 3.5x. Find the value of x. 4 സംഖ്യകൾ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എങ്ങനെയാണ് വരാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എ ബി സി ഡി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ A/B is equal to C/D അല്ലേ? അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? A × D is equal to B × C. ഇനി എ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നമ്പർ, ഡി ആണ് ലാസ്റ്റ് നമ്പർ. അതല്ലേ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റിൻ്റെയും ഫോർത്തിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 70 ആണ്. അപ്പോൾ A × D എന്ന് പറയുന്നത് 70 ആണ്, ഈക്വൽ ടു സെക്കൻഡും തേർഡും ബിയും സിയും. B × C ആണ് നമുക്ക് തന്നേക്കുന്നത് 3.5x എന്ന്, ഈക്വൽ ടു 3.5x. ഇനി എക്സ് ആണ് കാണേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു 70 / 3.5 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 20. ഓപ്ഷൻ നമ്പർ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം വാസ് ₹1 lakh, ബട്ട് ദ ഷോപ്കീപ്പർ ഓഫേർഡ് എ ഡബിൾ ഡിസ്കൗണ്ട് ഓഫ് 20% ആൻഡ് 10%. അറ്റ് വാട്ട് പ്രൈസ് ഡിഡ് ഹി ഫൈനലി സെൽ ദ ഐറ്റം? 1,00,000 രൂപയുള്ള ഒരു സാധനം 2 ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം 20%ഉം 10%ഉം ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ പെർസെൻറ്റേജിൻ്റെ റേഷ്യോ എടുത്തിട്ട് ചെയ്യാം. അതെങ്ങനെയാണ് വരിക? 20% ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു മാർക്ക്ഡ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആയിരിക്കും. ഇനി 10%ൻ്റെ ഫ്രാക്ഷനായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുക? 1/10 അല്ലേ? അപ്പോൾ 10 ആണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 10 ആണ് മാർക്ക്ഡ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 10 - 1 9 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇനി ഇതിനെ 2 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വന്നു? 25 5 × 5 25, 2 × 9 18 വന്നു. ഇനി 25 ആണ് മാർക്ക്ഡ് പ്രൈസ്. അതെത്രയാണ്? 1 lakh rupees ആണ്. അപ്പോൾ 25 is equal to 1 lakh. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ് വരിക? ഇത് കട്ട് ചെയ്യുമ്പോൾ 4000 ആണ് ഒരു യൂണിറ്റ്. നമുക്ക് കാണേണ്ടത് 18 ആണ്, കാരണം 18 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 18 യൂണിറ്റ് എന്ന് പറയുന്നത് 4000 × 18 ഈക്വൽ ടു 72,000. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് ഇങ്ങനെയല്ലാതെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഈക്വലൻ്റ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? A+B - AB / 100. ഇതിൽ A എന്നും B എന്നും പറയുന്നത് 2 ഡിസ്കൗണ്ട്സ് ആണ്. ഇവിടെ എത്രയൊക്കെയാണ്? 20 + 10 - 20 × 10 / 100. 0യും 0യും കട്ട് ചെയ്തു. 20 + 10 30, 30 - ഇവിടെ 2 ആണ് ബാക്കി വരിക. ചെയ്യുമ്പോൾ 28% ആണ് ഇക്വലൻ്റ് ഡിസ്കൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് 28% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 - 28 ഈക്വൽ ടു 72% ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. അപ്പം സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 1 lakhൻ്റെ എത്രയാണ്? 72%. 0യും 0യും കട്ട് ചെയ്ത് പോയി. അപ്പോഴും ആൻസർ എത്രയാണ് വരുന്നത്? 72,000 ആണ് ആൻസർ വരിക. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ,
An increase of 25% in the price of onions enables a woman to buy 5 kg less for rupees 200. The increased price of onion per kg is. അതായത് കുറച്ച് ഒനിയൻസ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 25% കൂടി കഴിഞ്ഞപ്പോൾ 200 രൂപയ്ക്ക് നേരത്തെ വാങ്ങിയതിനേക്കാളും 5 കിലോ കുറവാണ് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് കൂടിയിട്ടുള്ള ഒരു കിലോയ്ക്കുള്ള ഒനിയൻ്റെ പ്രൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത് എന്താണ്? പ്രൈസ് ഇൻറ്റു കൺസംഷൻ അല്ലേ? അതായത് നമ്മൾ എത്ര കിലോ സാധനം എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളതല്ലേ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഇവിടെ എക്സ്പെൻഡിച്ചർ സെയിം ആണല്ലോ. കാരണം ആദ്യം നമ്മൾ 200 രൂപയ്ക്ക് മേടിക്കുന്നു, രണ്ടാമത് 200 രൂപയ്ക്ക് തന്നെയാണ് മേടിക്കുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് കിട്ടുന്ന തൂക്കത്തിലുള്ള അളവിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം പ്രൈസിൽ എന്താ ചേഞ്ച് വന്നേക്കുന്നത്? 25% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞേക്കുന്നത്. 25%ന് നമുക്ക് 1/4 എന്ന് എഴുതാമല്ലോ. 25% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 4 ആയിരുന്നത് 5 ആയിട്ട് മാറി. 4 + 1 5 ആയിട്ട് മാറി. ഇനി കൺസംഷൻ അതവിടെ നിൽക്കട്ടെ. എക്സ്പെൻഡിച്ചർ എന്താണെന്നാണ് പറഞ്ഞത്? ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ പ്രൈസിന് കൺസംഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ എക്സ്പെൻഡിച്ചർ കിട്ടുമ്പോൾ രണ്ട് സ്ഥലത്തും ഒരേ വാല്യൂ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ നേരെ തിരിച്ചിട്ടായിരിക്കണം കൺസംഷൻ്റെ റേഷ്യോ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 4:5 ആയപ്പോൾ കൺസംഷൻ എങ്ങനെ എഴുതാം? 5:4 എന്ന് എഴുതാം. അപ്പോൾ 4 × 5 20, 5 × 4 20. അപ്പോൾ എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ട് വന്നല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചെഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസംഷൻ്റെയും പ്രൈസിൻ്റെയും റേഷ്യോ കിട്ടി. ഇനി ഇതിൽ കൺസംഷൻ, അത് നമ്മൾ കെ ജിയിലല്ലേ പറയുന്നത്. ഇവിടെ എത്രയാണ് കുറവ് വന്നേക്കുന്നത്? 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 kg ആണ് കുറവ് വന്നേക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എത്രയാണ്? 5 kg എന്നാണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 kg ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ആദ്യം മേടിച്ചുകൊണ്ടിരുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? ഇവിടെ 5 യൂണിറ്റ് അല്ലേ? 5 × 5 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 kg. അപ്പോൾ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നത് 5 × 5 25ഉം ഇപ്പോൾ വാങ്ങിക്കുന്നത് 4 × 5 4 യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 4 × 5 20 kg ആണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഇത് മനസ്സിലായല്ലോ? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. നമ്മൾ എത്ര kg സാധനം എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നുള്ളതാണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിൽ നമ്മൾ പ്രൈസിൻ്റെ 25% കൂടി എന്ന് പറഞ്ഞുകൊണ്ട് 4:5 എന്ന് എഴുതി. എക്സ്പെൻഡിച്ചർ സെയിം ആയതുകൊണ്ട് കൺസംഷൻ്റെ റേഷ്യോ നേരെ തിരിച്ചെഴുതി 5:4. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 5 kg ആണ് കുറച്ച് മേടിക്കാൻ പറ്റിയേക്കുന്നത് എന്നാണ്. അപ്പോൾ 1 യൂണിറ്റ് ആണ് 5 kg. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് 25 kg, 4 യൂണിറ്റ് എന്ന് പറയുന്നത് 20 kg. അപ്പോൾ നോക്കിക്കേ, 5 kg തന്നെയല്ലേ ഇവിടെ വ്യത്യാസം വന്നേക്കുന്നത്? ആണല്ലോ. ഇനി 20 kg ആണ് 200 രൂപയ്ക്ക് മേടിച്ചേക്കുന്നത് കൂടിയ പ്രൈസിൽ. അങ്ങനെയാണെങ്കിൽ 1 kgക്ക് എത്രയാണ്? 1 kg എന്ന് പറയുന്നത് 200/20 10 രൂപയാണ്. ഇപ്പോൾ കൂടിയ ഒനിയൻ്റെ വില 1 കിലോയ്ക്ക് 10 രൂപയാണ് പുതിയ വില എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. If machine A and B can produce 1100 units in 9 hours and 12 hours respectively, in how many hours can machine A and B working together at these constant rates produce 1100 units? A എന്നും B എന്നും പറഞ്ഞ മെഷീൻസ് A 9 മണിക്കൂറിലാണ് 1200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ബി 12 മണിക്കൂറിലാണ് 1200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ഇവ രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ 1200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 9 മണിക്കൂറിൽ 1200, അപ്പോൾ 1 മണിക്കൂറിൽ എത്ര വരും? 1200/9. അതാണല്ലോ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1100/9. ബി ആണെങ്കിലോ 12 മണിക്കൂറിൽ 1200, അപ്പോൾ 1 മണിക്കൂറിലോ 1100/12. ഇതാണ് എന്തിൻ്റെ റേഷ്യോ? എഫിഷ്യൻസിയുടെ റേഷ്യോ. ടോട്ടൽ വർക്ക് എത്രയാണ്? 1100. അപ്പോൾ ഇതിൻ്റെ 1100 ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1100. ഇനി നമുക്ക് ടൈം ആണല്ലോ കാണേണ്ടത്. ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഈക്വൽ ടു 1100 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ആളുടെ എഫിഷ്യൻസി 1100 ഡിവൈഡഡ് ബൈ 9
പ്ലസ് 1100 ഡിവൈഡ് ബൈ 12. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1100 ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 11 × 12 എന്ന് പറയുന്നത് 132, 2 0. 11 × 9 99, 2 0. ഇവിടെ 12 × 9 എന്ന് പറയുന്നത് 108 ആണ്. 108 മുകളിലേക്ക് പോകുമ്പോൾ എത്ര വരും? 108 മുകളിലേക്ക് പോകുമ്പോൾ 108 × 1100 എന്ന് വരും. ഇനി 108 × 11 എത്ര, എങ്ങനെയാണ് ചെയ്യുക? 108 × 11 × 108 എന്ന് പറയുമ്പോൾ 1258, 2 0 ഡിവൈഡഡ് ബൈ, ഇത് ആഡ് ചെയ്യുമ്പോൾ 0 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിതിനെ 11 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. 11 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 108, താഴെ 21. ഇതിനെ നമുക്ക് 3 വെച്ചിട്ട് കട്ട് ചെയ്യാം. 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 36 ഡിവൈഡഡ് ബൈ 7. ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 4-digit നമ്പേഴ്സ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 36 ആൻഡ് 48. 36 കൊണ്ട് 48 കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ 4 അക്ക സംഖ്യയുടെയും വലിയ 4 അക്ക സംഖ്യയുടെയും ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടത്? 36ൻ്റെയും 48ൻ്റെയും LCM കാണണം. അപ്പോൾ എത്ര വരും? LCM എന്ന് പറയുന്നത് 144 ആണ്. LCM ഓഫ് 36 ആൻഡ് 48 എന്ന് പറയുന്നത് 144 ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ ഏതാണ്? ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ എന്ന് പറയുന്നത് 9999 ആണ്. ഡിവൈഡഡ് ബൈ LCM 144. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 63 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക. അപ്പോൾ ഈ 9999 നിന്ന് 63 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിന് നമുക്ക് 144 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്പർ എത്രയാണ്? 9999 മൈനസ് 63 എത്രയാണ്? 9936 ആണ് ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കാണേണ്ടത് സ്മോളസ്റ്റ് 4-digit നമ്പർ ആണ്. ഏറ്റവും ചെറിയ 4 അക്ക നമ്പർ ഏതാണ്? 1000 ഡിവൈഡഡ് ബൈ 144. ഈ കിട്ടിയ, ഇനി നമ്മൾ 1000-ന് ശേഷം 144 കൊണ്ടിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ കിട്ടിയ റിമൈൻഡർ ഇല്ലേ, ഈ റിമൈൻഡർ 144 നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 8 വരും. ഈ 8 നമ്മൾ 1000-ലേക്ക് ആഡ് ചെയ്യുമ്പോൾ 1008 വരും. ഈ 1008 എന്ന് പറയുന്നത് 144 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പോൾ നമുക്ക് വലിയ സംഖ്യയും കിട്ടി, ചെറിയ സംഖ്യയും കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 8928. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, റൂബി ബോട്ട് 20 buttons for ₹1. How many buttons she must sell for ₹1 in order to get a profit of 25%? ₹1 20 ബട്ടൺസ് ആണ് റൂബി വാങ്ങിക്കുന്നത്. ഇനി 25% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ബട്ടനാണ് ₹1 വിൽക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് 20 എണ്ണം ₹1. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എത്രയാണ്? 1/20 ആണ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് അല്ലേ? ഇതെന്ന് പറയുന്നത് ഒന്നിൻ്റെ കോസ്റ്റ് പ്രൈസാണ് 1/20. ഇനി നമുക്ക് 25% അല്ലേ പ്രോഫിറ്റ് വരുന്നത്? 25% എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 5. അപ്പോൾ 4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 1/20. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1/20. ഈ 4 ഇങ്ങോട്ടേക്ക് വന്നു. ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 5 യൂണിറ്റ് ആണ്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 1/16 അല്ലേ? അപ്പോൾ 1/16 രൂപയ്ക്ക് നമ്മൾ ഒരു ബട്ടനാണ് വിൽക്കാൻ പറ്റുന്നത് 25% ലാഭത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 രൂപയ്ക്കോ? ഇത് 1/16 രൂപയ്ക്ക് ഒരെണ്ണം. അപ്പോൾ 1 രൂപയ്ക്ക് എത്ര വരും? 1 രൂപയ്ക്ക് 1 ഇൻറ്റു ഈ 16 മുകളിലേക്ക് പോകും =16 ബട്ടൺസ്. മനസ്സിലായോ? അതായത് 20 എണ്ണമാണ് 1 രൂപയ്ക്ക് മേടിക്കുന്നത്. അപ്പോൾ 20 എണ്ണത്തിൻ്റെ വിലയാണ് 1. ഒരെണ്ണത്തിൻ്റെ വില എത്രയായിരിക്കും? 1/20. അപ്പോൾ ഇതാണ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇതാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 25% ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? 1/16 ആണ് വരിക. അപ്പോൾ 1/16 രൂപയ്ക്ക് ഒരെണ്ണം. നമ്മളോട് ചോദിച്ചേക്കുന്നത് 1 രൂപയ്ക്ക് എത്രയെന്നാണ്. 1/16 രൂപയ്ക്കാണ് ഒരെണ്ണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര വരും? 1 ഇൻറ്റു 16 16 എണ്ണം. മനസ്സിലായോ? ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. പകരം ഇങ്ങനെയല്ലേ പ്രോഫിറ്റിൻ്റെ നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ 4 എന്ന് പറയുന്നത് 5 25% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 4 5. ഇനി നമ്മളോട് എത്ര പറഞ്ഞേക്കുന്നത്? 20 ബട്ടൺസ്. അപ്പോൾ 5 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 20 വരിക. അതേപോലെ 4 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ 16 വരും. 16 എണ്ണമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 16 ബട്ടൺസാണ് 1 രൂപയ്ക്ക് 25% പ്രോഫിറ്റിൽ വിൽക്കാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. In how many years will ₹800 amount to ₹926.1 at 10% per annum compounded half yearly? ഹാഫ് ഇയർലി ആയിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് 800 രൂപ 926 രൂപ 10 പൈസയായിട്ട് മാറുന്നത്? അപ്പോൾ നമ്മൾ എമൗണ്ട് കാണുന്ന ഇക്വേഷൻ എന്താണ്? എമൗണ്ട് ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R ഡിവൈഡഡ് ബൈ 100 റേസ് ടു T. എ എന്ന് പറയുന്നത് എമൗണ്ട്, P പ്രിൻസിപ്പിൾ, R റേറ്റ്, T എന്ന് പറയുന്നത് ടൈം. ഇനി ഒരു വർഷത്തേക്കാണ് 10%, അതായത് 12 മാസത്തേക്കാണ് 10%. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 5% ആയിരിക്കും ഇൻട്രസ്റ്റ് വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ എമൗണ്ട് തന്നിട്ടുണ്ട് 961. ഇതിനെ ഞാൻ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്കിവിടെ 9261 വരും. പീനെ താഴേക്ക് ഉണ്ടെന്നു. അപ്പോൾ 800 നമ്മൾ മുകളിൽ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് താഴെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8000 എന്ന് വന്നു. ഈക്വൽ ടു 1 + 5%. 5/100 എന്ന് പറയുന്നത് 1/20 ആണ്. റേസ് ടു T. ഇതെന്ന് പറയുന്നത് 21/20 റേസ് ടു T ഈക്വൽ ടു 9261 ഡിവൈഡ് ബൈ 8000. ഇനി 20 റേസ് ടു 3 അല്ലേ 8000. അതുപോലെ 21 റേസ് ടു 3 ആണ് 9261. നമുക്ക് എങ്ങനെ എഴുതാം? 21 ഡിവൈഡ് ബൈ 20 the whole raised to 3 equal to 21/20 raised to T. അപ്പോൾ ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ പവറിൻ്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കൂടെ. അപ്പോൾ T ഈസ് ഈക്വൽ ടു 3 വന്നു. നമ്മളോട് ഹാഫ് ഇയർലി ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3/2 ഈക്വൽ ടു 1.5 ഇയേഴ്സ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 3 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്. A person travels in a car for 600 km at an average speed of 50 km per hour and 100 km at 100 km per hour and finally reaches his destination by traveling 50 km at a speed of 25 km per hour. Determine the average speed during the whole journey. ഈ സിമിലർ ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. എന്താണ്? ആദ്യം ഒരു 600 കിലോമീറ്റർ 50 km per hourലാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ 100 കിലോമീറ്റർ 100 km per hourലാണ് സഞ്ചരിക്കുന്നത്. മൂന്നാമത്തത് 50 കിലോമീറ്റർ 25 km per hourലാണെങ്കിൽ ആവറേജ് സ്പീഡാണ് ചോദിക്കുന്നത്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ T1 + T2 + T3. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 600 100 50 എത്രയാണ്? 750 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ടൈം നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ടൈം കാണാമല്ലോ. ആദ്യത്തെ കേസിൽ 600/15 ആണ്. അപ്പോൾ എത്രയാണ് ടൈം വരുന്നത്? 12 ആണ്. രണ്ടാമത്തെ കേസിൽ 100/100 1 വരും. അടുത്ത കേസിൽ 50 കിലോമീറ്റർ 25 km per hour. അപ്പോൾ എത്ര വരിക?
2 ആണ് വരുന്നത്. അപ്പോൾ 750 ഡിവൈഡഡ് ബൈ 15 എത്രയാണ് ആൻസർ? 50 km/h ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്പർ 1 മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 2⁵305 പ്ലസ് 303 നമ്മൾ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് റിമൈൻഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2⁵305 ഡിവൈഡ് ബൈ 9 നമ്മൾ 9 അല്ലേ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 9ൻ്റെ അടുത്തുള്ള മൾട്ടിപ്പിളോ ആക്കിയിട്ട് ഈ 2 ഈ എന്താണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതിന് നമുക്ക് എഴുതണം. അപ്പോൾ 2³ എന്ന് പറയുന്നത് 8 അല്ലേ, 8 എന്ന് പറയുന്നത് 9ൻ്റെ അടുത്താണല്ലോ. അപ്പോൾ നമുക്കിതിന് 2³ ടേമിൽ എഴുതാം. 2³ ഇപ്പോൾ 305നെ നമ്മൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 101 വരും. റിമൈൻഡർ എന്ന് പറയുന്നത് ഒരു 2 വരും അല്ലേ. ⁻101 ഇൻറ്റു ഇതിപ്പോൾ 303 അല്ലേ ആയിട്ടുള്ളൂ, ബാക്കി 2 കൂടി ഉണ്ടെങ്കിലല്ലേ 305 ആകുള്ളൂ. അപ്പോൾ 2⁴ ഡിവൈഡഡ് ബൈ 9. ഓക്കെ അല്ലേ. ഇനി 2⁵3നെ നമ്മൾ 8 എന്ന് എഴുതി. 8⁻101 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 9. 8/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 8/9 എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് റിമൈൻഡർ 1 ആണ്. പോസിറ്റീവ് റിമൈൻഡർ 1 ആണെങ്കിൽ നെഗറ്റീവ് റിമൈൻഡർ എത്ര വരും? 8/9 ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 8 ആണ്. നമ്മൾ ഏതെങ്കിലും ചെറിയ വാല്യൂവിന് ഒരു വലിയ വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴും ഈ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 8 ആണ്. പോസിറ്റീവ് റിമൈൻഡർ ആണ് 8. അപ്പോൾ നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര വരും? 8 - 9 -1 ആണ് നെഗറ്റീവ് റിമൈൻഡർ. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് റിമൈൻഡർ എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ 8/101 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ 8/9ൻ്റെ നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത് -1 ആണ്. -1/101. അപ്പോൾ -1 ഓഡ് സംഖ്യ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഇവിടെ -1 ആണ്. ഇൻറ്റു 4/9. 4/9ൻ്റെ റിമൈൻഡർ എത്ര വരും? 4 വരും. അപ്പോൾ ഇൻറ്റു 4 -4 ആണ് ഈ കേസിലെ റിമൈൻഡർ. ഇത്ര മനസ്സിലായല്ലോ. അതായത് നമ്മൾ 9ൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു മൾട്ടിപ്പിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ അതൊരു ടേം ആക്കിയിട്ട് 2നെ എഴുതി. 2⁵305നെ 9ൻ്റെ അടുത്തുള്ളൊരു സംഖ്യ ആക്കിയിട്ട് എഴുതി. അപ്പോൾ 2³ എന്ന് പറയുന്നത് 8 ആണ്, 9ൻ്റെ അടുത്താണ്. അപ്പോൾ 2³ അപ്പോൾ 2³ എന്ന് പറയുന്നത് 303 വരെ ആവുന്നുള്ളൂ. നമുക്ക് 305 വേണം. അതായത് 2² കുറവുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള 2² ഇവിടെ എഴുതി ഡിവൈഡ് ബൈ 9. ഇനി 8/9 ചെയ്യുമ്പോൾ റിമൈൻഡർ 8 ആണ് വരിക. അപ്പോൾ നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത് -1 വരും. -1/101 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. പിന്നെ 4/9ൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. -4 × 4 -4 ആണ് ഇവിടുത്തെ റിമൈൻഡർ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബാക്കി ഏത് ടേം ഉള്ളത്? 303 ഡിവൈഡഡ് ബൈ 9 എത്ര വരും റിമൈൻഡർ? ഇവിടെ 6 ആണ് റിമൈൻഡർ വരിക. -4 + 6 +2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതാണ് 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. അതാണ് ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. There are 90 female members and 60 male members in a club. If the average age of female members is 35 years and the average age of male member is 45 years, then find the average age in years of the whole club. 90 ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. മെയില് 60 ആണ്. ആവറേജ് എത്രയാണ്? 45 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ഫുൾ ഗ്രൂപ്പിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സിനെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഏറ്റവും ചെറിയ റേഷ്യോ ആയിട്ട് എഴുതാം. അപ്പോൾ 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 3:2 വരും. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ ടോട്ടൽ ആവറേജ് കാണുന്നത്? ആവറേജ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ് ഇൻറ്റു അവിടുത്തെ നമ്പർ എത്രയാണ്? 3 പ്ലസ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്? 2 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 3 + 2 5 എത്ര വരും? 105 + 90 ഡിവൈഡ് ബൈ 5 =
195 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 39 ആൻസർ വരും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1 ആണ്. ഓക്കെ ആണല്ലോ. നമ്മളൊരു ഫുൾ ഗ്രൂപ്പിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൻ്റെയും ആവറേജ് ഇൻറ്റു അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ചെയ്യുക, ഡിവൈഡ് ബൈ ഫുൾ എല്ലാ ഗ്രൂപ്പിൻ്റെയും കൂടി മെമ്പേഴ്സിൻ്റെ നമ്പർ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഫുൾ ഗ്രൂപ്പിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The radius of a cone is 5 cm and its slant height is 16 cm. Its total surface area will be. കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ ആർ എന്ന് പറയുന്നത് റേഡിയസ്, എൽ സ്ലാൻഡ് ഹൈറ്റ്. നമുക്ക് എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു ആർ എത്രയാണ്? 5 cm പ്ലസ് സ്ലാൻഡ് ഹൈറ്റ് 16 ആണ്. 16 + 5 എന്ന് പറയുന്നത് 21. എത്രയാണ് ആൻസർ? 330 ആണ്. ഓപ്ഷൻ നമ്പർ 4. അടുത്ത ക്വസ്റ്റ്യൻ. റോബിൻ ട്രാവൽസ് 1/4 of the distance at 20 km/h, another 1/4 at 10 km/h, and the remaining distance at 80 km/h. Find Robin's average speed for the entire distance. അതായത് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് എത്രയെന്ന് നമുക്ക് വാല്യൂ തന്നിട്ടില്ല. അതിൻ്റെ ആദ്യത്തെ 4-1 20 km/hലും രണ്ടാമത്തെ 4-1 10 km/hലും ബാക്കിയുള്ള ഡിസ്റ്റൻസ് 80 km/hലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 160 ആയിട്ട് കൺസിഡർ ചെയ്യാം. D = 160. അങ്ങനെയാണെങ്കിൽ D1 എത്രയാണ്? 160യുടെ 1/4 എത്രയാണ്? 40. ഇനി D2 എന്ന് പറയുന്നതും 1/4 തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ എത്ര വരും? എഗെയിൻ 40. D3 എന്ന് പറയുന്നത് 40 + 40 80 ആയി. ഇനി റിമൈനിങ് എന്ന് പറയുന്നത് എത്രയാണ്? 80 km ആണ്. ഇനി ടൈം കാണണമല്ലോ. ടൈം കാണാൻ വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 40 ആണ്, സ്പീഡ് 20 ആണെങ്കിൽ ടൈം എത്ര വരും? 40/20. 40/20 = 2 വരും. രണ്ടാമത്തെ കേസിൽ 40 km 10 km/hലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എത്രയാണ് വരിക? T2 എന്ന് പറയുന്നത് 4 വരും. T3 80 / 80 1. ഓക്കെ അല്ലേ? ഇനി ആവറേജ് സ്പീഡ് എങ്ങനെ കാണാം? ആവറേജ് സ്പീഡ് = ടോട്ടൽ ഡിസ്റ്റൻസ് 160 / ടോട്ടൽ ടൈം 2 + 4 6 6 + 1 7. അപ്പോൾ 160/7 എന്ന് വരുമ്പോൾ ഓക്കെ 22.8. ഓക്കെ, ആൻസർ ഓപ്ഷൻ നമ്പർ 2 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്. ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സിലിണ്ടർ of height 14 cm is 110 cm². What is the base diameter of the cylinder? ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 110 ആണ്, ഹൈറ്റ് തന്നിട്ടുണ്ട് 14. നമുക്ക് കാണേണ്ടത് ഡയമീറ്റർ ആണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr × h. ഇതാണ് 110. അപ്പോൾ 2 × 22/7 × 6 നമുക്കറിയില്ല. h എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. = 110. 22 110 വെച്ചിട്ട് കട്ട് ചെയ്തു. 110 22 വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പോൾ 5 വന്നു. ഇവിടെ 2. അപ്പോൾ r = 5/4 ആണ്. നമുക്ക് ഡയമീറ്റർ ആണ് കാണുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 2r. 5/4 × 2 എന്ന് വരും. അതായത് 2.5 cm. ഓപ്ഷൻ നമ്പർ 4 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്. The difference between two numbers is 15% of their sum. Find the ratio of the smaller number to the larger number. രണ്ട് നമ്പർ ഉണ്ട്, എ ബി എന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് a - b = 15% of their sum. 15% നമുക്ക് എങ്ങനെ എഴുതാം? 3/20 എന്ന് എഴുതാം. 3/20 അതായത് 15/100 ചെയ്യുമ്പോൾ നമുക്ക് 3/20 കിട്ടും. 5 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 3/20 = a + b. നമുക്ക് 20 ഇപ്പുറത്തേക്ക്, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 20 ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്ത് വന്നു? 20a - 20b =
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3a + 3b. ഇനി a എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം, b എല്ലാം ഒരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ 3a ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -3a എന്നാകും. അപ്പോൾ 20 - 3a എന്ന് പറയുന്നത് 17a = 3b - 20b അപ്പുറത്തേക്ക് ആകുമ്പോൾ +20b ആകും. അപ്പോൾ 3 + 20b എന്ന് പറയുന്നത് 23b. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ചെറുതിൻ്റെയും വലുതിൻ്റെയും റേഷ്യോ ആണ്. ഇതിൽ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാ? b അല്ലേ ചെറിയ വാല്യൂ. അപ്പോൾ b/a എന്ന് പറയുന്നത് 17:23. ഓപ്ഷൻ നമ്പർ 4. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് a + b = 25 and a - b = 7, then determine the mean proportion of a and b. a + b എത്രയാണ്? a + b 25 ആണ്. a - b 17 ആണ്. ഇതിൽ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്ത് എങ്ങനെ വരിക? 2a = b + - b എന്ന് പറഞ്ഞാൽ ബിയും ബിയും കട്ടായിപ്പോയി = 32. അപ്പോൾ a = എത്ര വന്നു? 16. ഇനി a 16 ആണെന്ന് ആദ്യത്തെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലോ 16 + b = 25. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9. അപ്പോൾ നമുക്ക് a കിട്ടി, b കിട്ടി. ഇതിൻ്റെ മെയിൻ പ്രൊപ്പോർഷനാണ് കാണേണ്ടത്. അപ്പോൾ a x b ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ a/x = x/b. ഇതിൽ x ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ x² = a × b, x = √a/b. അപ്പോൾ x എന്ന് പറയുമ്പോൾ എത്ര വരും? √a എത്രയാണ്? 16, b 9. അപ്പോൾ എത്രയാണ്? 4 × 3 = 12. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ സോൾവ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √a × b ആണ്. നമ്മൾ ഇക്വേഷൻ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചു. 12 എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ ചെയർ ഈസ് ബോട്ട് ഫോർ 800 ആൻഡ് സോൾഡ് ഫോർ 1100 rupees. ഫൈൻഡ് ദ ഗെയിൻ പെർസെൻറ്റേജ്. 800 രൂപയ്ക്ക് മേടിച്ചൊരു ചെയർ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 1100 രൂപയ്ക്കാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് - കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 1100 ആണ്. -800 എന്ന് പറയുന്നത് എത്രയാണ്? 300 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 800 × 100. 0 കട്ട് ചെയ്തു. 300/8 എന്ന് വരുമ്പോൾ എത്ര വരിക? 300/8 24 60 37.5 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. A and B together can do a piece of work in 50 hours. B and C together can do the same work in 75 hours. A and C together can do the same in 25 hours. Find the time in hours in which A, B and C together will complete the task. എയും ബിയും കൂടിയിട്ട് 50 മണിക്കൂർ കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കുന്നത്. ബിയും സിയും ആണെങ്കിലോ ബിയും സിയും ചെയ്യുകയാണെങ്കിൽ 75 മണിക്കൂർ എടുക്കും. എയും സിയും ആണെങ്കിൽ 25 മണിക്കൂർ മതി. ഇങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും കൂടി ഒന്നിച്ച് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടൈമിൻ്റെ റേഷ്യോ എഴുതാം. a + b 50, b + c 75, a + c 25. അപ്പോൾ ഇതിൻ്റെ LCM ആണല്ലോ ടോട്ടൽ വർക്ക്. LCM എത്ര വരിക? LCM എന്ന് പറയുന്നത് 150. 5 × 3 ആണ് 150, 75 × 2 ആണ് 150, 25 × 6 ആണ് 150. ഇനി a + b 3, b + c 2, a + c 2. അപ്പോൾ നമ്മളിത് ഫുൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? a + b + b + c + a + c = 3 + 2 5, 5 + 6 എന്ന് പറയുന്നത് 11. അപ്പോൾ ഇവിടെ 2 a ഉണ്ട്, 2 b ഉണ്ട്, 2 c ഉണ്ട്. അപ്പോൾ 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2 a + b + c = 11, a + b + c = 11/2. ഇനി നമുക്ക് എയും ബിയും സിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തെ എഫിഷ്യൻസി കിട്ടി. ഇനി ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ടൈം = ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്ക് എത്രയാണ്? 150 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 11/2 ആണ്. 11 ഈ /2 മുകളിലേക്ക് പോകും. അപ്പോൾ എത്ര വരും? 300/11. ഓപ്ഷനിൽ ഫ്രാക്ഷനായിട്ട് തന്നെ നടക്കുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ് അതിൻ്റെ ആൻസർ. അടുത്തത്
Manish bought an air conditioner for rupees 46,875. Its value is depreciating at the rate of 8% yearly. What will be the price of the air conditioner after 3 years? ഇപ്പോൾ 46,875 രൂപയുള്ള എയർ കണ്ടീഷണർ എല്ലാ വർഷവും 8% എന്നുള്ള രീതിയിൽ വില കുറഞ്ഞു പോവാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും ഈ എയർ കണ്ടീഷണറിൻ്റെ വില? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 8% എങ്ങനെ എഴുതാം? 2/25 എന്ന് എഴുതി കൂടെ? നമ്മൾ 100 വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/25 എന്ന് വരും. അപ്പോൾ ഇപ്പോൾ 25 രൂപയാണെങ്കിൽ 8% വെച്ചിട്ട് കുറയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം എത്ര വരും? 25 - 2 23. അതുപോലെ രണ്ടാമത്തെ വർഷവും ഇങ്ങനെ തന്നെ വരും. മൂന്നാമത്തെ വർഷവും ഇങ്ങനെ കുറയും. അപ്പോൾ 25 × 25 × 25 അതാണ് കറൻറ്റ് ആയിട്ടുള്ള അതിൻ്റെ വില. അതാണ് എത്ര? 46,875. നമുക്ക് കാണേണ്ടത് എത്രയാണ്? 3 വർഷത്തിന് ശേഷം, അതായത് അതേ ഇൻറ്റു 23 ക്യൂബാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക? 46,875 ഡിവൈഡഡ് ബൈ 25 × 25 × 25. ഇത് ഇപ്പോഴത്തെ വില. അപ്പോൾ നമ്മളതിനെ 25 വെച്ചിട്ട് 25 ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്തു ഇൻറ്റു 23 × 23 × 23. ഇതാണ് എന്ത്? 3 വർഷത്തിന് ശേഷമുള്ള ഇതിൻ്റെ കുറഞ്ഞ് വന്നിട്ടുള്ള വാല്യൂ. അപ്പോൾ നമ്മളത് 25 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 46,875 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ ഇവിടെ ഒരു തവണ 25 8 ഓക്കെ. ഒരു തവണ നമ്മൾ 25 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 1875 അല്ലേ? ഇനി 1875 ഒന്നും കൂടി 25 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. എങ്ങനെ വരും? ഓക്കെ, ഒരു തവണ കട്ട് ചെയ്യുമ്പോൾ 75 വരും. വീണ്ടും 25 ഡിവൈഡഡ് ബൈ 75 എന്ന് പറയുന്നത് 3. അപ്പോൾ എത്ര വന്നു? 3 × 23 × 23 × 23. ഇനി നോക്കിക്കേ, ഓരോ ഓപ്ഷൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമ്മളിത് ഫുൾ കാണാൻ നിൽക്കരുത്, യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ 3 × 3 9. 9 × 3 ചെയ്യുമ്പോൾ 27 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 7 എടുത്തു. 7 × 3 എന്ന് പറയുമ്പോൾ 21 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ട ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്ന ഓപ്ഷൻ ഒന്നല്ലേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 2. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ കവേഴ്സ് 240 kilometers in 6 hours on day 1, 360 kilometers in 8 hours on day 2, and 450 kilometers in 6 hours on day 3. Find the average distance he has covered per hour in the 3 days. അതായത് ആദ്യത്തെ ദിവസം 240 കിലോമീറ്റേഴ്സ് 6 മണിക്കൂറും കൊണ്ട്, രണ്ടാമത്തെ ദിവസം 360 കിലോമീറ്റേഴ്സ് 8 അവേഴ്സും കൊണ്ട്, മൂന്നാമത്തെ ദിവസം 450 കിലോമീറ്റർ 6 അവേഴ്സും കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് പെർ അവർ ആണ് ചോദിച്ചേക്കുന്നത്. ഡിസ്റ്റൻസ് കവേർഡ് പെർ അവർ എന്ന് പറയുന്നത് സ്പീഡ് തന്നെയല്ലേ? അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ d1 + d2 + d3 ഡിവൈഡഡ് ബൈ t1 + t2 + t3. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 240 + 360 + 450 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 6 + 8 + 6. അപ്പോൾ ടോട്ടൽ ടൈം എത്ര വന്നു? 20. ഓക്കെ, 0 കട്ട് ചെയ്ത് പോയി. 105/2 എന്ന് പറയുന്നത് 52.5 കിലോമീറ്റേഴ്സ് പെർ അവർ. ഇതല്ലേ ചോദിച്ചേക്കുന്നത്? ഡിസ്റ്റൻസ് കവേർഡ് പെർ അവർ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 4 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്